ഹായ് ഫ്രണ്ട്സ്, ദ ഷെഫ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോലാപ്പൂരി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മസാല കൂട്ട് ഉണ്ടാക്കണം. അതിനായി ഒരു പാൻ ചെറുതായി ചൂടാക്കിയ ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടാൻ സഹായിക്കും. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 6 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് ചെറിയ കറുവപ്പട്ട കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒരു 15 എണ്ണം, എള്ള് ഒരു 2 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ കസ്കസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒരു 7 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 2 ജാതിപത്രിക, ഇതൊന്ന് ചെറുതായി ചൂടാക്കുക. അതിനുശേഷം ഒരു 16 മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി ഇങ്ങനെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇങ്ങനെ മുളകൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുക. നന്നായിട്ട് ഇങ്ങനെ പൊട്ടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് അടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇവയെല്ലാം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1.5 കിലോ ചിക്കനാണ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിലേക്ക് പൊടിച്ചെടുത്ത മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മസാല ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. ചിക്കനിലെ ആ ഒരു മസാല എല്ലായിടത്തും ഒന്ന് പറ്റുന്നത് പോലെ ഇളക്കിയിട്ട് നമുക്കിതൊരു 15 to 30 മിനിറ്റ് വരെ വെച്ചേക്കാം. നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഒരു പാൻ ഒന്ന് ചെറുതായി ചൂടാക്കിയ ശേഷം അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
ഞാൻ ഇവിടെ 4 വലിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ടിപ്പാട്ടോ. കുറേ സമയം നമ്മളല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ലാർജ് എമൗണ്ട് ഉള്ളി ഇടുമ്പോൾ കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് വഴന്ന ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മസാല ചേർത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. വഴറ്റി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇവിടെ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ബാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. എല്ലായിടത്തും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് പോലെ. ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ ജാതിക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കൊറിയാണ്ടർ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ നമ്മൾ ഇതൊന്ന് ചിക്കൻ കുക്ക് ആവാൻ വേണ്ടി വെക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്ക്. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മല്ലിയില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഈ കോലാപ്പൂരി ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.